നമസ്കാരം. ഈ കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് അർത്ഥവത്താക്കുന്നതാണ് നമ്മുടെ ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി. അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് CPM-ലെ കണ്ണൂർ ലോബി തകർന്നു. CPM-ൽ ഏറെക്കാലം കഴിഞ്ഞതാണ്, AKG സെൻറ്ററിൽ ഉറങ്ങിക്കഴിഞ്ഞതാണ്. അവസാനം വന്നിട്ട് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആക്കാമെന്ന് പറഞ്ഞു. സൗകര്യപ്പെടത്തില്ലെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ചെറിയാൻ ഫിലിപ്പ് MP സ്ഥാനമാണ് കണ്ടിരുന്നത്, രാജ്യസഭാ MP സ്ഥാനം. പക്ഷേ അതൊക്കെ ബ്രിട്ടാസൊക്കെ തട്ടിക്കൊണ്ടുപോയി. ബ്രിട്ടാസ് വഴിയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ബ്രിട്ടാസ് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ CPM-ൻ്റെ ഏതാണ്ട് തനിക്കൊണം അറിയാവുന്ന ഒരാളാണ് ചെറിയാൻ ഫിലിപ്പ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്കാലവും CPM-ലെ ശാക്തിക ചേരിയായ കണ്ണൂർ ലോബി അന്തഛിദ്രം മൂലം തകർന്നിരിക്കുകയാണ്. പിണറായിയുടെ ഉറ്റമിത്രങ്ങളായ ജയരാജന്മാർ 3 തട്ടിലാണ്. EP ജയരാജൻ, P ജയരാജൻ, MP ജയരാജൻ. ഇവരെയൊക്കെ ഇതിൽ നടുനായകത്വം വഹിക്കുന്ന ആരാണ്? നമ്മുടെ EP ജയരാജനാണ്, നമ്മുടെ BJP ബാന്ധവമുള്ള ജയരാജൻ. പിന്നെ MP ജയരാജൻ ഇപ്പോൾ കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥിയായി സുധാകരന് എതിരെ മത്സരിച്ചിട്ട് നിൽക്കുകയാണ്, നമ്മുടെ ആ ശുംഭനെ. അത് പിന്നെ P ജയരാജനെ ഇപ്പോൾ എവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു? ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. 2019 പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് തോറ്റുകൊടുത്തു. മുരളീധരൻ്റെ മുമ്പിൽ തോറ്റു. അങ്ങനെ ഒതുക്കിക്കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ ജയരാജാക്കന്മാരുടെ ഇടയിൽ EP ജയരാജനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലാണ്. ആ ശരീരപ്രകൃതം കൊണ്ടല്ല, അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് കണ്ണൂർ ലോബിയിലെ സംഘർഷം മറ്റ് ജില്ലകളിലേക്ക് ഇപ്പോൾ വ്യാപിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഉണ്ട്. ആലപ്പുഴയിൽ ഏതാണ്ട് വിഭാഗീയത അങ്ങേയറ്റം നിൽക്കുകയാണല്ലോ. 2005 മലപ്പുറം സമ്മേളനത്തിൽ പിണറായിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാൻ VS അച്യുതാനന്ദൻ ശ്രമിച്ചപ്പോൾ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചത് EP ജയരാജൻ്റെ നേതൃത്വത്തിലാണ്. തന്നേക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ, A വിജയരാഘവൻ, MV ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോഴാണ് തഴയപ്പെട്ട ജയരാജൻ കുപിതനായത്. പിണറായിയെ തകർക്കാൻ VS-ൻ്റെ കോടാലിയായി പ്രവർത്തിച്ച ദല്ലാൽ നന്ദകുമാറുമായുള്ള ജയരാജൻ്റെ വഴിവിട്ട ബന്ധമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. എന്നാൽ BJP നേതാവ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചകളെ പിണറായിയോ പാർട്ടിയോ തള്ളിപ്പറഞ്ഞിട്ടില്ല. AKG, CH കണാരൻ, അഴീക്കോടൻ രാഘവൻ, EK നായനാർ, MV രാഘവൻ, EK നായനാർ, ചടയൻ ഗോവിന്ദൻ, പിണറായി, കോടിയേരി എന്നിവർ കണ്ണൂർ ലോബിയുടെ സൃഷ്ടികളാണ്. കണ്ണൂർ ലോബി തകരുന്നത് കേരളത്തിൽ CPM-ൻ്റെ ഉന്മൂലനത്തിന് വഴിതെളിക്കും. ലോക്സഭാ ഫലം വരുന്നതോടെ CPM-ൽ വൻ പൊട്ടിത്തെറിയും ഉണ്ടാകും.